അതൊരു വാശി. എന്തിനാ അങ്ങനെ പറയണത്? പഠിച്ചവനോട് വാശി. നമ്മോടല്ല, പടച്ചോനോട് വാശി. പണ്ഡിതന്മാരോടല്ല, പണ്ഡിതന്മാര് പറയണത് ദീനാണ്. അപ്പൊ ദീനിനോട് വാശി. എന്തിനാ അങ്ങനെ ചെയ്യും? പ്രതിഫലമാണ് ലക്ഷ്യമെങ്കിൽ, അള്ളാന്റെ അടുക്കൽ നിന്നുള്ള കൂലിയാണ് ഇങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരുടെ ലക്ഷ്യമെങ്കിൽ, കൂലി കൂടുതൽ എവിടുന്ന? വീട്ടിൽ നിന്നാണ്. പറഞ്ഞേ അയൽവാസിഹിന്ന എന്ന് പറഞ്ഞിട്ടില്ല. ആഘോഷം പെരുന്നാൾ നിസ്കാരമാണ്. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സുന്നത്താണ്. പെരുന്നാൾ നിസ്കാരം ആണുങ്ങൾക്ക് മാത്രമുള്ളതല്ല, പെണ്ണുങ്ങൾക്കും പെരുന്നാൾ നിസ്കാരം സുന്നത്തുണ്ട്. അതിനവര് പ്രത്യേകമായി ജമാഅത്തൊന്നും ഒരുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ വീട്ടിലുള്ള ആൾക്കാർ കൂടിയിട്ട് വേണമെങ്കിൽ ജമാഅത്ത് ആയിക്കോട്ടെ. അതിന് പ്രത്യേകം സജ്ജമാക്കിയ വേദികളിലേക്കൊന്നും പോയി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഇത് വെറുതെ ഇതൊക്കെ നമ്മള് പറയുമ്പോൾ കരുതുന്നു, എന്തിനൊക്കെ ഈ പെണ്ണുങ്ങളെ പിടിച്ചെക്കണത്? ഒരിക്കലുള്ള ഓഫറല്ലേ അത്. പള്ളിയിൽ പോയി നിസ്കരിച്ചാലുള്ള കൂലി വീട്ടിൽ നിന്ന് കിട്ടുന്ന നിങ്ങൾ ആരെയും ഇങ്ങോട്ട് വരുമോ? ഇവിടെ നിസ്കരിക്കണം അതേ പ്രതിഫലം പെരയിൽ നിസ്കരിച്ചാൽ കിട്ടുന്ന നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പള്ളിക്ക് എന്തിനാ പോണേ? നമ്മൾ പെരയിൽ തന്നെ കിട്ടുന്നില്ല. പ്രതിഫലമാണ് ലക്ഷ്യമെങ്കിൽ, അള്ളാന്റെ അടുക്കൽ നിന്നുള്ള കൂലിയാണ് ഇങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരുടെ ലക്ഷ്യമെങ്കിൽ, കൂലി കൂടുതൽ എവിടുന്ന? വീട്ടിൽ നിന്നാണ്. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചല്ലേ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചല്ലേ. അപ്പൊ എന്തിനാണ് വിട്ട് പള്ളിയിലേക്ക് പോകണം എന്ന് വാശി പിടിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടല്ല, ശരിക്കും കൂലിക്ക് വേണ്ടിയിട്ടല്ല. പിന്നെ അതൊരു വാശി. എന്തിനാ അങ്ങനെ പറയണത്? പഠിച്ചവനോട് വാശി. നമ്മോടല്ല, പടച്ചോനോട് വാശി. പണ്ഡിതന്മാരോടല്ല, പണ്ഡിതന്മാര് പറയണത് ദീനാണ്. അപ്പൊ ദീനിനോട് വാശി. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? പെരയിന്ന് ചെയ്താൽ തന്നെ കിട്ടും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് ഒരു മഹദി ചോദിക്കുന്നുണ്ട്, നബിയെ, നിങ്ങൾക്ക് ബദരീങ്ങളുണ്ട്, ഉഹുദീങ്ങളുണ്ട്, ഇതിലൊന്നും ഒരു പെണ്ണും ഇല്ലല്ലോ, ഞങ്ങൾക്ക് യുദ്ധത്തിന് പോരാൻ അവസരമില്ലല്ലോ. നബിയെ, ഞങ്ങൾക്ക് അതിനൊരു അവസരം തന്നൂടെ? തങ്ങൾക്ക് പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കാൻ ഞങ്ങൾക്കും ഉണ്ടാവില്ലേ പൂതി? നബിയെ, അതിനൊരു അവസരം ഞങ്ങൾക്ക് തന്നൂടെ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ തങ്ങൾ കൊടുക്കുന്ന മറുപടി എന്താ? നിങ്ങൾ വീട്ടിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന എന്നെ പള്ളിയിൽ നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം കിട്ടും. ഒരു കുട്ടിക്ക് മുലയൂട്ടുന്നതിന് പോലും യുദ്ധത്തിന്റെ പ്രതിഫലം ഉണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെന്തിനാണ് രക്തമൊലിപ്പിച്ച് യുദ്ധത്തിന് പോകേണ്ട ആവശ്യം? ഇല്ല. കൂലിയാണ് ഒരു സ്ത്രീ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ അവർക്ക് വീട്ടിൽ നിൽക്കൽ കൊണ്ട് തന്നെ അത് ലഭിക്കും. അല്ല, ഇസ്ലാമിനെ എതിർക്കലാണ് ലക്ഷ്യമെങ്കിൽ പിന്നെ പുറത്തേക്ക് ഇങ്ങനെ പോകണം, അങ്ങോട്ട് പോകണം എന്നിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് തൊട്ടടുത്തുള്ള അയലോക്കത്തെ വീട്ടിലും പോകണ്ട എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കാർത്ഥം. നമുക്ക് നിസ്കരിക്കാൻ നമ്മുടെ വീടിന്റെ ഉള്ളാണ്. ഇപ്പൊ ബുയൂത്ത് ഹുന്ന എന്ന് പറഞ്ഞേ, ഇപ്പൊ ബുയൂത്ത് അയൽവാസിഹിന്ന എന്ന് പറഞ്ഞിട്ടില്ല. സ്വന്തം വീടിന്റെ ഉള്ളു തന്നെയാണ് ഖൈറുഹുൻ, അവർക്ക് ഏറ്റവും ഉത്തമം. അപ്പൊ സ്വന്തം വീട്ടിൽ നിസ്കരിച്ചാൽ മതി. അവിടെ ജമാഅത്ത് അടുക്കുണ്ടല്ലോ, അവിടെ നടന്നോട്ടെ, നമുക്ക് നമ്മളെ വീടാ ഉത്തമം. അവിടെ ജമാഅത്ത് നടന്നോട്ടെ, നമ്മളെ വീടാണ് നമുക്ക് ഉത്തമം. അപ്പൊ നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കലാണ് വേറെ എവിടെയും പോയി നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലം കിട്ടുന്നത്. പെരുന്നാൾ നിസ്കാരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ സുന്നത്തുള്ള കാര്യമാണ്. പുരുഷന്മാർക്ക് പ്രത്യേകം ഖുതുബ കൂടി സുന്നത്തുണ്ട്, അത് സ്ത്രീകൾക്ക് സുന്നത്തില്ല. പുരുഷന്മാർക്ക് ഖുതുബ കൂടി സുന്നത്തുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം 2 ഖുതുബ കൂടി സുന്നത്താണ്.